ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരീസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിജിദേവ് എന്ന് പറഞ്ഞിട്ടൊരാളാണ്. 17 വർഷം അല്ലേ, 17 വർഷം ഗൾഫിൽ അപ്പോഴ്സറി വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നൊരു മിനിമൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളി നമ്മളോട് ചോദിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് വർക്ക് ആവുമോ, അതിന് ഇങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് വർക്ക് ആകുമോ എന്നല്ല, അത് വർക്ക് ആക്കാനുള്ള ഒരു സീരീസാണ്. അപ്പോൾ പുള്ളിയുടെ സ്റ്റോറി ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പുള്ളി പറയുന്ന കാര്യം ഒരു പേര് വേണമെന്നാണ്. അപ്പം സാധാരണ ക്ലയൻറ്റിന് അവർക്കൊരു പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തൊരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പേര് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പുള്ളിയോട് ഇന്ന് പറയുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ഫാമിലി നെയിം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങൾക്ക് 3 സിബ്ലിങ്സ് ആണ്, അതായത് ബിജിദേവ്, അതുപോലെ തന്നെ ബിനുദേവ്, ഇങ്ങനെ ദേവാണ് ഇവരുടെ ഒരു ഇനിഷ്യൽ വരുന്നത്. അപ്പോൾ അതെ അതെ. അപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത ഒരു പേര് ഡെവലപ്പ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ആ ഫസ്റ്റ് ദേവിൻ്റെ D പ്ലസ് സൈൻ എന്ന് വെച്ചാൽ നമ്മൾ മുദ്ര, നമ്മുടെ സിഗ്നേച്ചർ, കയ്യൊപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അർത്ഥങ്ങളുള്ളതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കിലും നിങ്ങളുടെ ആ ദേവിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് D പ്ലസ് സൈൻ. അപ്പോൾ ഡി സൈൻ അപ്പോഴ്സറി എന്നാണ് നമ്മൾ എടുക്കുന്ന പേര്. എന്താ ഇഷ്ടപ്പെട്ടോ? ഡിസൈൻ. ഓക്കെ, ഡിസൈൻ മീൻസ് അത് പറയുമ്പോൾ നമ്മൾ D സൈൻ എന്നായിരിക്കും പറയുന്നത്. നമ്മൾ എഴുത്ത് വരുന്നത് D, അതിനോടൊപ്പം ഒരു അപ്പോസ്ട്രോഫി സൈൻ, ഇതാണ് വരുന്നത്. അതിൻ്റെ കൂടെ അപ്പോഴ്സറി കൂടെ വരും. അപ്പോൾ അത് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പലർക്കും സജഷൻ, പലരോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കുടുംബത്തോടുള്ളൊരു പേരാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇത് വെച്ച് മുന്നോട്ട് പോലല്ലേ. അപ്പോൾ മറ്റൊരു കാര്യം, ഇത് വെച്ചിട്ടൊരു നല്ലൊരു ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ വർക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഈ പേര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ലോഗോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ നമ്മളിവിടെ ഒരു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈൻ ബോർഡ് റെഡിയാക്കുന്നതും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ്. അതായത് പുള്ളി എങ്ങനെ മാർക്കറ്റിലേക്ക് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.